വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ സംരക്ഷിച്ച വീണ്ടും ഉമ്മ ഷെമീനയുടെ മൊഴി. കട്ടിലിൽ നിന്നും വീണുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെമീന. ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമീനയുടെ മൊഴി പോലീസ് ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. അഫാനല്ല തന്നെ ആക്രമിച്ചതെന്നും കട്ടിലിൽ നിന്ന് നിലത്ത് വീണ തലയ്ക്ക് പരിക്കേറ്റു എന്നുമാണ് ഷെമീന ഇന്നലെയും മൊഴി നൽകിയത്. മകന് ആരെയും ആക്രമിക്കാൻ കഴിയില്ലെന്നും ഷെമീന പോലീസിനോട് പറഞ്ഞു. കേസിൽ അഫാനെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അച്ഛന്റെ സഹോദരനെയും ഭാര്യയും പെൺസുഹൃത്തിനെയും അനുജനെയും കൊന്ന കേസിലാണ് കസ്റ്റഡിയിൽ വാങ്ങുക. പിതൃസഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിവിധയിടങ്ങളിൽ വെച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫെബ്രുവരി 24-നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. മാതാവ് ഷെമീനയെ ആക്രമിച്ച ശേഷമായിരുന്നു അഫാൻ 5 കൊലപാതകങ്ങളും നടത്തിയത്. സാമ്പത്തിക പ്രശ്നമാണ് കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.